വെൽക്കം ബാക്ക് ടു ചിന്നസ് Cherrypicks. ഇന്ന് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റിലുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ്, വെറുതെ പറയില്ല, അത്രയും ടേസ്റ്റാണ്. അവൽ പായസം. ഇത് അവൽ കൊണ്ട് ഉണ്ടാക്കിയതാണോ എന്ന് തന്നെ സംശയം തോന്നുന്നു, അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ ഇതുവരെ അവൽ പായസം ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഈ ഓണത്തിനെങ്കിലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണാം. അതിനായിട്ട് പായസം ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് നമുക്ക് 2 കവർ 1 ലിറ്റർ പാലാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ലോ ഫ്ലെയിമിലിരുന്നൊന്ന് കുറുകി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അവൽ വറുത്തെടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 1 കപ്പ് അവൽ ചേർത്ത് കൊടുക്കാം. തീരെ കനവില്ലാത്ത അവലാണെന്നുണ്ടെങ്കിൽ 1.25 കപ്പ് അവൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കാണാൻ ഭംഗി കട്ടിയുള്ള അവൽ വെച്ച് ഉണ്ടാക്കുമ്പോഴാണെങ്കിലും കഴിക്കാൻ ടേസ്റ്റ് കനവില്ലാത്ത അവൽ വെച്ച് ഉണ്ടാക്കുമ്പോഴാണ്. അതുപോലെ തന്നെ ഒരുപാട് അങ്ങ് തിക്കായിട്ടുള്ള അവൽ എടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ നല്ലൊരു ഗോൾഡൻ കളറൊക്കെ തുടങ്ങി നല്ല മുരുമുരാന്നായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഒന്ന് കഴിച്ച് നോക്കുക, നല്ല മുറുമുറുത്തിരിക്കണം. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പാലിളക്കി കൊടുക്കുന്ന കാര്യം മറക്കരുത്, അല്ലാന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കും. ഇനി നമുക്ക് ഇതേ പാനിലേക്ക് തന്നെ 1/2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ കിസ്മിസ് കുറച്ച് നല്ല ബോൾ പോലെയൊക്കെ ആയി വരുമ്പോഴത്തേക്ക് നമുക്കിത് മാറ്റാവുന്നതാണ്. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ പാലൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ടായിരുന്നു, കുറച്ചൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. 10 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമുക്കിനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/3 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്, 1/2 കപ്പിലും കുറച്ച് കുറവായിട്ട്. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കണ്ടൻസ്ഡ് മിൽക്കിനനുസരിച്ച് നമുക്ക് പഞ്ചസാരയുടെ അളവ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 1/4 കപ്പ് മാത്രമാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്ന് വെച്ചാൽ പഞ്ചസാര കൂട്ടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. മധുരം പോരാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അവൽ ചേർത്ത് കൊടുക്കാം. അവൽ ചേർത്ത് കൊടുത്ത് ഇത് നല്ലപോലെ ഒന്ന് കുക്കാവാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഒട്ടും കട്ടിയില്ലാത്ത പരന്ന അവലാണെന്നുണ്ടെങ്കിൽ 6-7 മിനിറ്റിലൊക്കെ കുക്കായി കിട്ടും. കുറച്ച് കനവുള്ള അവലാണെന്നുണ്ടെങ്കിൽ 10-12 മിനിറ്റ് എടുക്കും. ഒട്ടും കനവില്ലാത്ത അവൽ കുറച്ചൊക്കെ അലുത്ത് പോവും, എങ്കിലും കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. തിക്കായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ച് കടിക്കാനൊക്കെ കിട്ടും. എനിക്കിഷ്ടം മറ്റേതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഇതവിടെ ഇരുന്ന് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഏറ്റവും കുറച്ച് അനക്കാതെ അങ്ങനെ വെച്ചേക്കുക, ഇളക്കേണ്ടതൊന്നും ആവശ്യമില്ല. ലോ ഫ്ലെയിമിലിരുന്ന് ഇതിങ്ങനെ മെൽറ്റ് ആവാനായിട്ട് തുടങ്ങും. അപ്പോൾ പഞ്ചസാര കുറച്ചൊന്ന് മെൽറ്റായി ഒരു ഗോൾഡൻ കളറൊക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങും. ആ ഒരു സമയമാകുമ്പോൾ മാത്രം നമുക്ക് ഇത് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇനി ലോ ഫ്ലെയിമിൽ തന്നെ നമ്മൾ കുറച്ച് നേരം ഇളക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. എന്നിട്ടൊരു ഗോൾഡൻ കളറൊക്കെ ആവും. അങ്ങ് ബ്രൗൺ കളർ ആവുന്നിട്ടൊരു വെയിറ്റ് ചെയ്യല്. ഒരു ഗോൾഡൻ കളറൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചൂടുവെള്ളം റെഡിയാക്കി വെക്കുക. 1/2 കപ്പിൽ കുറച്ച് കുറവായിട്ടുള്ള അളവിനാണ് നമ്മൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് ചേർത്ത് കൊടുക്കുക, കയ്യിൽ തെറിച്ച് വീഴാതിരിക്കാൻ നോക്കുക. ആദ്യം കുറച്ച് കട്ട പോലെയൊക്കെ കിടക്കും, പെട്ടെന്ന് തന്നെ അത് അലുത്തി കിട്ടുന്നതായിരിക്കും. ഇളക്കി കൊടുത്താൽ മതി. അപ്പം നമ്മുടെ കാരമൽ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അവൽ കുക്കാവുന്ന സമയം കൊണ്ട് ഇത് കുറച്ചും കൂടെ ഒന്ന് കുറുകി വരുന്നതായിരിക്കും. ഇതിവിടെ ഇരിക്കട്ടെ. അവൽ നല്ലപോലെ സോഫ്റ്റ് ആവണം. കുറച്ചൊക്കെ പൊടിഞ്ഞു പോകുന്ന പരുവായാലും കുഴപ്പമൊന്നുമില്ല, അതാണ് നല്ലത്. അപ്പോൾ അവലൊക്കെ നല്ല കുക്കായി നല്ല സോഫ്റ്റായി കുറച്ച് ഉടഞ്ഞ് നമ്മുടെ പായസമൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കാരമൽ സിറപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരമൽ പാലിലേക്കൊക്കെ നല്ലതായിട്ടൊന്ന് മിക്സായി വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ ഏലക്കായും കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുത്താൽ മതി. ലാസ്റ്റായിട്ട് നമുക്ക് ആദ്യം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി ലോ ഫ്ലെയിമിൽ 1-2 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മണമുള്ള റിച്ച് ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും, ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മടിക്കരുത്. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ പുതിയ റെസിപ്പി വീഡിയോ അല്ലെ വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.